ഹോണസ്റ്റ്ലി ഇതൊരു പ്ലാൻ ട്രിപ്പ് ഒന്നല്ല കേട്ടോ. ന്യൂ ഇയർ ടൈം ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ദുബായിൽ നിന്ന് അല്ലയും വരെ ഡ്രൈവ് പോകാറുന്നു. നോർമൽ റോഡ്, ഡെസേർട്ട്, മോർണിംഗിൽ ആ ഒരു വൈബ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഹൈ ബീം ലൈറ്റ് എന്റെ മുഖത്തേക്ക് അടിക്കണത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്കിതൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവം? അതും ഡെസേർട്ടിന്റെ നടുക്കുന്ന് ഇത്ര. ഞാൻ എന്നിട്ട് ഡിഫറെന്റ് റോഡ്സ് ഞാൻ ട്രൈ ചെയ്തു അവിടേക്ക് എത്താനായിട്ട്. ഫസ്റ്റ് റോഡ് കയറി, ഡെഡ് എൻഡ്. അത് കഴിഞ്ഞ് വേറെ റോഡ് കയറി, അവിടെയും ഒന്നും കാണാനില്ല. പക്ഷെ ആ ലൈറ്റ് അവിടെ തന്നെ അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. അങ്ങനെ ഞാൻ കുറച്ചങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു റോഡ് കിട്ടി. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. റോഡ് ഓൾമോസ്റ്റ് എംപ്റ്റി, അറൌണ്ട് ഫുൾ ഡെസേർട്ട്. ആകെ ആ ലൈറ്റ് മാത്രം നമ്മുടെ തൊട്ടടുത്ത് വരുന്ന ഒരു ഫീൽ. അപ്പോഴാണ് സഡൻലി റോഡിലൂടെ എന്തോ ഒരു സാധനം ഓടിക്കിടക്കണത് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഞാൻ കാറ് സ്റ്റോപ്പ് ചെയ്തു. സത്യം പറഞ്ഞ ഹാർട്ട് ബീറ്റ് ഒന്ന് കൂടി കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പോ മാൻ. ഡെസേർട്ടിൽ നമുക്ക് ക്യാമൽസിനെ ഒരുപാട് കാണാൻ പറ്റും, പക്ഷെ മാനെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് റയറാ. അതും ഒരു മാനല്ല, രണ്ട് മാനല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മാനുകൾ. അത് റിയലി അൺഎക്സ്പെക്ടഡ് മൂമെന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ചു നേരം നിർത്തി വണ്ടിയുടെ മേളിൽ കയറി താഴത്തു നിന്നും സൈഡിൽ നിന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു. ഫോട്ടോസ് മാത്രമല്ല, വീഡിയോസും. അങ്ങനെ ഞാൻ വീണ്ടും എന്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ആ ലൈറ്റിന്റെ അവിടേക്ക് എനിക്ക് എത്തണം എന്നുള്ള ഒറ്റൊരു വാശിയിൽ ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അവസാനം ഞാൻ അത് കണ്ടുപിടിച്ചു. അതാണ് നൂർ എനർജി 1 ദുബായ്. അത് ലൊക്കേറ്റ് ചെയ്യണത് നമ്മുടെ അൽഖുദ്ര ഡെസേർട്ട് അല്ലൈൻ ദുബായ് റോട്ടില്. സോ ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു സോളാർ പ്ലാന്റ് അല്ല, ലോകത്ത് തന്നെ ഏറ്റവും വലിയ സോളാർ ടവർ പ്രൊജക്റ്റിൽ ഒന്നാണ്. ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 260 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ലൈറ്റ് ഒരു ഡെക്കറേഷൻ ലൈറ്റ് അല്ല. അത് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് മിററിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ആ ലൈറ്റ് നേരെ ഡയറക്റ്റ് ടവറിന് പവർ കൊടുക്കുന്നതാണ് ആ കാണുന്നത്. അവിടെ ഹീറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മോൾട്ടൺ സോൾ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യണത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫ്യൂച്ചറിൽ ദുബായ് ഫുള്ള് സോളാർ ടൈപ്പിലേക്ക് കൺവേർഷൻ നടത്താൻ വേണ്ടി. ഇപ്പൊ ആ ഒരു സോളാർ പാനൽ കൊണ്ട് ആ ഒരു ലൈറ്റ് മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി 2030 ഓർ 2050 ദുബായ് ഫുള്ള് സോളാർ ബേസ്ഡ് ആവും. അതിനു വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ കാണുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി അവിടേക്ക് കയറി അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റും, കാണാനും പറ്റും. മേ ബി കുറച്ച് നാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, കമന്റ് ചെയ്യ്. നിങ്ങൾക്ക് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ജേർണി.